നമസ്കാരം, എല്ലാ കൂട്ടുകാരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ ഒറ്റ തവണ മാത്രമാണ് ഈ മാവ് പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വേഗത്തിൽ ബൺ റെഡിയാക്കാൻ പറ്റും. ഇലക്ട്രിക് ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടി ഇതെങ്ങനെ സ്റ്റൗ ടോപ്പ് ബേക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ സ്റ്റൗ ടോപ്പ് ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗത്തൊക്കെ നല്ലൊരു കളറ് കിട്ടാനും അതേസമയം തന്നെ ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വളരെ ബേസിക് ആയിട്ടുള്ള ചേരുവകളാണ് നമുക്ക് ഇതിനാവശ്യമുള്ളൂ. നമുക്ക് വേണ്ടത് മൈദ, ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, പാല്, ബട്ടർ. നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ള മാവ് റെഡിയാക്കാം. ഞാനിവിടെ 350 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതായത് 250 ml കപ്പിന് നന്നായിട്ട് പ്രസ് ചെയ്തളന്ന് 2.5 കപ്പ് പൊടിയാണിത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോട് കൂടിയിട്ടുള്ള പാല് വേണം നമ്മൾ എടുക്കാൻ. ഇത് 235 മില്ലി പാലാണ്. അതായത് 1 കപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂൺ പാല് മാറ്റിയിട്ടുള്ള അളവിലുള്ള പാലാണിത്. ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് കിട്ടിക്കോളും. നിങ്ങൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അലിഞ്ഞ് അതിന് പതഞ്ഞു പൊങ്ങി വന്ന ശേഷം വേണം നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് 50 ഗ്രാം ബട്ടറാണ്. നമുക്ക് സാധാരണ 100 ഗ്രാം ബട്ടറാണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു പകുതി ഇതാണ് എടുക്കുന്നത്. കപ്പിലാണെങ്കിൽ ഒരു 1/4 കപ്പ് ബട്ടർ ഉണ്ടാവും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടി ചേർത്തിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളിത് കുഴയ്ക്കുമ്പോൾ തുടക്കത്തിന് മാവിന് കുറച്ച് കൂടുതൽ ഒട്ടൽ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ കുറച്ച് നേരം ഇത് കുഴച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒട്ടലൊക്കെ മാറി കിട്ടിക്കോളും. ഇനി നമ്മൾ അളക്കുന്നതിലെ വ്യത്യാസം കൊണ്ടൊക്കെ വെള്ളം വല്ലാണ്ട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഒട്ടൽ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പൊടിയൊക്കെ. കഴിയുന്നത്രയും പൊടി ചേർത്ത് കൊടുക്കാതെ കുഴച്ച് കൊടുത്ത് തന്നെ അതിൻ്റെ ഒട്ടൽ മാറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ മാവ് കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ പാലൊക്കെ നമുക്ക് ഇത് കുഴയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഒറ്റയടിക്ക് ചേർക്കരുത്. ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കുഴച്ച അവസാനം നമുക്ക് കിട്ടുന്ന മാവ് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അതേസമയം തന്നെ ഒട്ടും ഒട്ടലില്ലാത്ത മാവായിരിക്കണം. അങ്ങനെയുള്ള മാവ് കൊണ്ട് ബൺ ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ മാവ് കണ്ടിന്യൂസ് ആയിട്ട് 10 മിനിറ്റോളം കുഴച്ചു കൊടുക്കാം. ഈ മാവിലെ പ്രോട്ടീൻ നല്ല സ്ട്രോങ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്രയും നേരം കുഴച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഇത് 10 മിനിറ്റ് കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി കുഴച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റും കൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒട്ടലൊക്കെ മുഴുവൻ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവായിട്ടുണ്ട്. നമ്മുടെ മാവ് പാകത്തിന് കുഴച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വിൻഡോ പെയിൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ മാവിൽ നിന്നും കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഇതൊട്ടും കീറിപ്പോകാതെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റായിട്ട് നമുക്ക് വലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പാകത്തിന് കുഴച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ്. നമ്മൾ കുഴച്ച് കൊടുത്തപ്പോൾ നമ്മുടെ മാവിലുള്ള ഗ്ലൂട്ടൻ നല്ല സ്ട്രോങ് ആക്കി കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതുപോലെ ഈ വിൻഡോ പെയിൻ ടെസ്റ്റ് സക്സസ് ആക്കി കിട്ടുവാണെങ്കിൽ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ ഇത്രയും നേരം കുഴച്ച് കൊടുത്ത് ഇത്രയും നേരം റിലാക്സ് ചെയ്ത മാവ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മളിത് പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു തവണ മാത്രമാണ് ഈ മാവ് പ്രൂഫ് ചെയ്യേണ്ടതുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ മാവ് ആദ്യം തന്നെ നമ്മൾ ബണ്ണിൻ്റെ ഷേപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ട്
എന്നിട്ടാണ് നമ്മളിത് പ്രൂഫ് ചെയ്യാൻ വെക്കുന്നത്. അപ്പം മാവ് ഷേപ്പ് ചെയ്ത ശേഷം വെക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ തടവി വെക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ടിന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അളവിലെ മാവിൽ നമുക്ക് ഞാൻ ഉണ്ടാക്കുന്ന വലിപ്പത്തിലുള്ള 15 ബണ്ണാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ മാവ് ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് സാധാരണ ഉണ്ടാക്കുമ്പോൾ സാധാരണ വലിപ്പത്തിലുള്ള ഉരുളയില്ലേ, ആ ഒരു വലിപ്പത്തിൽ എടുത്താൽ മതി. ഇതിപ്പോൾ 42 ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലുള്ള മാവാക്കി എല്ലാം മുറിച്ചെടുക്കാം. എന്നിട്ട് ഓരോന്നും ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി ഇത് ഇതുപോലെ ടക്ക് ചെയ്ത് വെക്കുക. അരികിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്കാക്കി പ്രസ് ചെയ്ത് വെക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ടക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മളിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പം നന്നായിട്ട് വീർത്ത് വരുള്ളൂ. എന്നിട്ടിത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് വെക്കാം. ഞാനിങ്ങനെ 2 ട്രെയിനും മാവാക്കിയിട്ടുണ്ട്. മൊത്തം 15 ബോൾസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കുകയാണ്, അതായത് പൊങ്ങി വരാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കും. ഏകദേശം 1 മണിക്കൂറാണ് നമ്മളിത് വെക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ ബോൾസൊക്കെ നന്നായിട്ട് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് മുകളിൽ ഒരു എഗ് വാഷ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയ്ക്ക് അലർജി ഉള്ള ആളാണെങ്കിൽ പാലിൽ അല്പം പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എഗ് വാഷ് കൊടുക്കാനാണെങ്കിൽ ഒരു മുട്ടയിൽ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ബ്രഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതലായിട്ട് തേച്ച് മുട്ടയോ അല്ലെങ്കിൽ പാലോ താഴേക്ക് ഒലിച്ച് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. OTGയിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ അത് 190 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക. മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് കിട്ടുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് 190 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 15 തൊട്ട് 20 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റൗ ടോപ്പ് ബേക്ക് ചെയ്യേണ്ടതെന്ന് കാണാം. സ്റ്റൗ ടോപ്പ് ബേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബണ്ണിന് നല്ല കളർ കിട്ടാനായിട്ട് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുക. ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ഒരു പഴയ ഉരുളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂട് നിൽക്കുന്ന ഒരു പാത്രമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്യണം. നന്നായിട്ട് ചൂടാകാത്ത പാത്രത്തിലേക്ക് നമ്മൾ ഇറക്കി വെച്ചാൽ നമുക്ക് മുകൾ ഭാഗത്ത് ആ കളർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മൾ കൂടുതൽ നേരം ബേക്ക് ചെയ്യും. അപ്പോൾ ബ്രെഡ് കൂടുതൽ ഡ്രൈ ആയി പോകും. ഞാനിത് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ച് 15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ പ്രീഹീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ചൂട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് അധികം നേരം തുറന്ന് വെക്കരുത്. വേഗം തന്നെ ആ ടിന്ന് ഇതിലേക്ക് വെച്ചിട്ട് വേഗം തന്നെ മൂടി വയ്ക്കുക. എന്നിട്ട് തീ ഒരു അല്പം കുറച്ചിട്ട്, അതായത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 15 തൊട്ട് 20 മിനിറ്റ് തന്നെയാണ് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ OTGയിൽ വെച്ച ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ടിന്നിൽ നിന്നും വേഗം തന്നെ മാറ്റാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് തണുക്കാനായിട്ട് വെച്ചാൽ അതിലൊരു നനവുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൗ ടോപ്പിലെ ബൺ. മുകളിലൊക്കെ നല്ല കളറായിട്ടുണ്ട്. നല്ല ചൂട് നിൽക്കുന്ന ഒരു പാത്രം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു കളർ കിട്ടിയത്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് നമുക്ക് ടിന്നിൽ നിന്ന് വേഗം തന്നെ മാറ്റാം. ഇനി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.
നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.